വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ ഇന്ന് ജയിലിലേക്ക് മാറ്റും. പ്രതി അഫാന്റെ മാതാവ് ഷെമിയുടെ ഡയറി പോലീസിന് ലഭിച്ചു. പണം കടം കൊടുക്കാനുള്ളവരുടെ വിവരങ്ങളാണ് ഡയറിയിലുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജീഷ് ജയകുമാർ തിരുവനന്തപുരം നിന്ന് തത്സമയം ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ അജീഷ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പോലീസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന്, കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ഈ ഷെമിയുടെ ഒരു ഡയറിക്കുറിപ്പ് പോലീസിന് കിട്ടിയിരുന്നു. ഈ ഡയറിക്കുറിപ്പിൽ നിർണായകമായ പല വിവരങ്ങളും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഈ കുടുംബം പണം കൊടുക്കാനുള്ളവരുടെ പേര് വിവരങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ ഓരോരുത്തരെയും പോലീസ് വരും ദിവസങ്ങളിൽ കാണും. എത്ര രൂപ വെച്ചാണ് കൊടുക്കാനുള്ളത്, ഇവരെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കും. ഇവരുടെ ബന്ധുക്കളിൽ നിന്നും ഇത്തരം വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അഫാൻ്റെതായി പുറത്തു വന്നൊരു നിർണായകമായ മൊഴിയുണ്ട്. കാരണം ഈ 6 പേരെ കൂടാതെ തന്നെ 2 പേരെ കൂടി കൊല്ലാൻ അഫാൻ പദ്ധതിയിട്ടിരുന്നതായിട്ടായിരുന്നു നിർണായകമായ ഒരു മൊഴി വന്നത്. അത് ഈ അഫാന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപയും 13 പവൻ സ്വർണവും കൊടുത്ത ഒരു കുടുംബാംഗത്തെയാണ്. പക്ഷേ അദ്ദേഹത്തെ വകവരുത്താൻ അഫാന് സാധിച്ചിരുന്നില്ല. അതിനു മുമ്പ് തന്നെ പോലീസിനെ കീഴടങ്ങുകയായിരുന്നു. മാത്രമല്ല, ഈ അഫാൻ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ തന്നെയാണ് കഴിയുന്നത്. റിമാൻഡിലുള്ള പ്രതിയാണ്. ഈ റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. നിലവിൽ ഒരു കേസിൽ മാത്രമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാങ്ങോട് സ്വദേശിയായിട്ടുള്ള പിതൃമാതാവായിട്ടുള്ള സൽമ ബീവിയുടെ ആ കേസിൽ മാത്രമാണ്. മറ്റ് 5 കേസുകൾ കൂടിയുണ്ട്. അതായത് ഉമ്മാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും മറ്റു 4 പേരെ കൊലപ്പെടുത്തിയ കേസുകളും. ഈ കേസുകളിൽ കൂടി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അത് വെഞ്ഞാറമൂട് പോലീസാണ് ഈ കേസുകൾ എടുത്തിട്ടുള്ളത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തലും അതേപോലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലും ഒപ്പം തെളിവെടുപ്പും അടക്കമുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് അപേക്ഷ കോടതി പരിഗണിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാളെ ഇന്നു തന്നെ ജയിലിലേക്ക് മാറ്റും. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.